മുജാഹിദത്താണ് ഇതിങ്ങനെ പേര് മാറ്റുന്ന സാധനമായതുകൊണ്ട് എന്താ പറയാനുള്ളത് നമുക്ക് വലിയ പിടുത്തമില്ല. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ കുറച്ചു കാലം അൻസാർ അറബിക് കോളേജിൽ അതൊരു യോഗ്യമായിട്ട് പറയുന്ന എല്ലാവരും നാണക്കേടാണെങ്കിലും വേറെ സംഗതി പറയാൻ വേണ്ടിയിട്ട് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ അൻസാർ അറബിക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു വർഷം മാത്രം, അതും പ്രീ എൻട്രൻസിനാണ്. ഞാൻ അവിടുന്ന് മുജാഹിദായിരുന്നു, പിന്നെ മാറിയെന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് മുജാഹിദ് പോലെ പ്രസംഗിക്കാൻ നടക്കുന്നത് പോലെ പാരമ്പര്യം തെളിയിക്കാൻ പറയുന്നതല്ല എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് പറയുന്നു. കാരണം മുജാഹിദ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് 99% ആളുകളും വന്നത്. ഈ പ്രസംഗിക്കുന്ന വിനീതനടക്കം ജീവിതത്തിന്റെ പരിവർത്തനത്തിൽ അങ്ങനെ ഒരു ജാഹിലിയാദശം കഴിഞ്ഞുപോയി എന്നതിൽ എന്തായിരുന്നാലും നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ടതാണ്. പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് എന്നെ കൊണ്ടധികം പറയിപ്പിക്കരുത്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അൻസാർ അറബിക് കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന കാലത്ത് അന്ന് മുജാഹിദ് എന്നതിനേക്കാളും പ്രയോഗിക്കാറുണ്ടായിരുന്നത് ഇസ്ലാഹി പ്രവർത്തകരാണ്. നമുക്ക് യോഗത്തിൽ പങ്കെടുത്ത് എവിടെ നോക്കിയാലും ഇസ്ലാഹ്, അതിങ്ങനെ കളം കെട്ടി നിൽക്കാൻ, അതിനപ്പുറത്തേക്ക് പോകില്ല. രാഷ്ട്രീയമാണ് അങ്ങോട്ട് ഇറക്കാൻ പാടില്ല, ഇസ്ലാഹ്. അതുകൊണ്ട് അങ്ങനെയില്ല, ഇങ്ങനത്തെ കൂടി ഒരു ഇസ്ലാഹ്. ഇപ്പൊ ഈ ഇസ്ലാഹ് കേൾക്കണേല്ല. ഇപ്പൊ കേൾക്കുന്നത് എഴുതുമ്പോ മുജാഹിദ് എന്നും പറയുമ്പോ സലഫിയുമാണ്. അങ്ങനെ ആ പതികം കാണാൻ പറ്റുന്നത്. ചുമരുമ്പോൾ അധികവും മുജാഹിദാണ്, പറയുമ്പോൾ അധികവും സലഫികളാണ്. ഇങ്ങനെയൊക്കെ കൂടി ഗംഗാ സാധനം തിരിയാത്ത ഈ കളി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചോദിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാനങ്ങളെ പറ്റി പറയാൻ മുജാഹിദ് സഹോദരന്മാർ സമയം കണ്ടെത്തണം. അതിനെക്കുറിച്ച് ശാന്തമായിട്ട് ചിന്തിക്കണം. ഇതിനെങ്ങനാ മറുപടി പറയാനല്ല ആദ്യം നോക്കേണ്ടത്. ഈ പറയുന്നതിന് വല്ല ശരിയുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. വിവരക്കേടുണ്ടെങ്കിലും മറുപടി പറയണം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്തേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് ശരിയാണെന്നിരിക്കെ ബുദ്ധിമാനത്തിന്റെ പേരിൽ മൈക്ക് കെട്ടിക്കൊണ്ട് ഈ പറയുന്നത് കള്ളമാണെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ യാവും പകലും ഉള്ളും കുറവുമെല്ലാം അറിയുന്ന പരസ്പരമ്പരാന്റെ നീതിയുടെ കോടതിയിൽ വെച്ചുകൊണ്ടൊരു വിചാരണ നടക്കുമ്പോൾ അവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ തോൽപ്പിക്കാനായിരുന്നു. നൽകാനും ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത്രത്തോളം അതിന് അർത്ഥമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ആ വശം കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ ആത്മപരിശോധന എന്നാണ് ഞാൻ പറയുന്നത്.